ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇത് നമ്മുടെ SCERT പാഠഭാഗങ്ങൾ പാർട്ട് 7 ആണ് എടുക്കുന്നത്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠഭാഗമാണ് ഇത്. 7ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. വാസ്കോഡ ഗാമയും കൂട്ടരും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തുന്നത് എന്ന്? ഏത് വർഷമാണ്? ഡേറ്റ് സഹിതമാണ് ചോദിച്ചിരിക്കുന്നത്. 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമയും കൂട്ടരും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തുന്നത് 1498 മെയ് 20-നാണ്. വാസ്കോഡ ഗാമയും കൂട്ടരും കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമയും സംഘവും എവിടേക്ക് എത്തിയാണ് വിഭവങ്ങൾ ശേഖരിച്ചത്? എവിടെയാണ്? കണ്ണൂരെത്തിയാണ് വിഭവങ്ങൾ ശേഖരിക്കുന്നത്. പിന്നീട് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികർ ആരൊക്കെയാണ്? അൽമേഡയും അൽബുക്കർക്കുമാണ്. ഇവരെ പറ്റി SCERTയിൽ ഈ ചാപ്റ്ററിൽ ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സുകളാണ്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇദ്ദേഹമാണ് ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതുപോലെ 1505 കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചതും അൽമേഡയാണ്. അൽമേഡയ്ക്ക് ശേഷം വരുന്നത് അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, നാണയങ്ങൾ നടപ്പിലാക്കി, സതി നിരോധിച്ച പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബുക്കർക്കാണ്. ഇന്ത്യക്കാരെ അവരുടെ സേനയിലെടുത്തു. സങ്കരവർഗ കോളനി സിസ്റ്റം, മിക്സഡ് കോളനി സിസ്റ്റം ആരംഭിച്ചു. പോർച്ചുഗീസുകാർ ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഒരു സങ്കരവർഗം ഉണ്ടാക്കി. അതാണ് സങ്കരവർഗ കോളനി സിസ്റ്റം എന്ന് പറയുന്നത്. 1510 പോർച്ചുഗീസ് ഗോവ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് അൽബുക്കർക്കിൻ്റെ കാലത്താണ് നടക്കുന്നത്. ഗോവ പിടിച്ചെടുക്കുന്നത് അൽബുക്കർക്കിൻ്റെ കാലത്താണ്. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? കൊച്ചി ആയിരുന്നു. പിന്നീടാണത് ഗോവയായത്. ഇനി പോർച്ചുഗീസുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഗോവ, ദാമൻ ദ്വീപ് എന്നിവയാണ് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നത്. പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ നിർമ്മിതികൾ ഏതൊക്കെയായിരുന്നു? കോട്ടപ്പുറം കോട്ട, സെൻറ്റ് ആഞ്ചലോസ് കോട്ട. കോട്ടപ്പുറം കോട്ട എവിടെയായിരുന്നു? തൃശ്ശൂരാണ്. കോട്ടപ്പുറം കോട്ട തൃശ്ശൂരാണ്. അതുപോലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് കണ്ണൂരുമായിരുന്നു. 1505 സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിൽ പണി കഴിപ്പിക്കുന്നത്. ഇത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് പണി കഴിപ്പിച്ചത് എന്നും ഓർക്കുക. ഇനി പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് എന്താണ്? കേരളക്കാര് പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് പറങ്കികൾ എന്നായിരുന്നു. ഇനി പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ: പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽ മുളക്, കശുവണ്ടി, പുകയില എന്നീ കാർഷിക വിളകൾ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽ മുളക്, കശുവണ്ടി, പുകയില എന്നീ കാർഷിക വിളകൾ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ അവരാണ് അച്ചടി യന്ത്രം പ്രചരിപ്പിക്കുന്നത്. അതുപോലെ ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ സംഭാവനകൾ. ഇനി മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുഞ്ഞാലി മരക്കാർമാരെ പറ്റി പറഞ്ഞതാണ്. ആരാണ് കുഞ്ഞാലി മരക്കാർമാർ? സാമൂതിരിയുടെ നാവിക തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർമാർ എന്ന് അറിയപ്പെട്ടത്. ഇനി പോർച്ചുഗീസുകാർക്ക് ശേഷം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ യൂറോപ്യർ ആരായിരുന്നു? ഡച്ചുകാരാണ് വന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം വരുന്നത് ഡച്ചുകാരാണ്. ഇനി ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത്
ആരായിരുന്നു? ഡച്ചുകാരനായ വാൻ റീഡ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻ റീഡ് ആയിരുന്നു. വാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി വാൻ റീഡിനെ സഹായിച്ചത്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കിയ യുദ്ധം ഏതായിരുന്നു? കുളച്ചിൽ യുദ്ധമായിരുന്നു ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കിയ യുദ്ധം. കുളച്ചൽ യുദ്ധം എന്നായിരുന്നു? ഏത് വർഷമായിരുന്നു? 1741 നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഇതിൽ ഡച്ചുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്നുണ്ട്. അങ്ങനെ ഡച്ചുകാർക്ക് അടിത്തറ നഷ്ടമാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ലെന്തക്കാർ എന്നാണ്. പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് പറങ്കികൾ എന്നാണ്. ഡച്ചുകാരെ വിളിച്ചിരുന്നത് ലെന്തക്കാർ എന്നുമാണ്. ഇനി 1600 ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം. മറ്റു വാണിജ്യ കേന്ദ്രങ്ങൾ, ബ്രിട്ടീഷുകാരുടെ മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. ഇനി ഫ്രഞ്ചുകാർ വരുന്നുണ്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664 അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ആരുടെ കച്ചവട കേന്ദ്രങ്ങളാണ്? ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങളാണ്. ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരുമാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ അവർ തമ്മിലാണ് കച്ചവടത്തിന് വേണ്ടിയുള്ള മത്സരം, കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇതിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി അധികാരം നേടുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് അധികാരം നേടുന്നത് ബംഗാളിലാണ്. പ്ലാസി യുദ്ധം നടക്കുന്നുണ്ട് 1757. ഈ പ്ലാസി യുദ്ധത്തിലൂടെയാണ് ഇംഗ്ലീഷുകാർ ഇവിടെ അധികാരം നേടുന്നത്, ഇന്ത്യയിൽ അധികാരം നേടുന്നത്. അത് ബംഗാളിലാണ് ആദ്യമായിട്ട് അധികാരം നേടുന്നത്. പ്ലാസി യുദ്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടക്കുന്നത് ബംഗാൾ നവാബ് സിറാജ് ഉദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ഇതിൽ ഈ ബ്രിട്ടീഷുകാർ ജയിക്കുന്നത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവും അതുപോലെ ബംഗാൾ നവാബ് സിറാജ് ഉദ്ദൗലയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറും തമ്മിലൊരു രഹസ്യധാരണയുണ്ടായിരുന്നു. എന്താണ് രഹസ്യധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിർ ജാഫറിന് അധികാരം കൊടുക്കാം, സിറാജ് ഉദ്ദൗലയെ പരാജയപ്പെടുത്തിയാൽ മിർ ജാഫറിന് പിന്നീട് ആ അധികാരം വന്നു ചേരും, കൊടുക്കാമെന്നുള്ള ഒരു പേരിലാണ് ബ്രിട്ടീഷുകാർ ഈ മിർ ജാഫറിനെ വശത്താക്കുന്നതും ജയിക്കുന്നതും. പിന്നീട് നടന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം 1764 ഇതിൽ സൈനിക ശക്തി കൊണ്ട് ബ്രിട്ടീഷുകാർ ജയിക്കുകയാണ് ഉണ്ടായത്. ആരോടാണ് യുദ്ധം ചെയ്തത്? ഷാ ആലം സെക്കൻഡ്, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം സെക്കൻഡ്, ഷുജാ ഉദ്ദൗല അവധിലെ രാജാവായിരുന്നു, അതുപോലെ മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു. ഇവരോടാണ് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുന്നത്, ബക്സാർ യുദ്ധം നടക്കുന്നത്. ഇതിൽ ബ്രിട്ടീഷുകാർ തന്നെയാണ് ജയിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. അവർ ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങി. മൈസൂർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായത് എങ്ങനെയാണ്? മൈസൂർ യുദ്ധങ്ങളിലൂടെയാണ്. ടിപ്പു സുൽത്താനുമായിട്ടാണ് മൈസൂർ യുദ്ധം നടക്കുന്നത്. ടിപ്പു സുൽത്താനും ഹൈദരലിയുമാണ് മൈസൂർ യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്.
ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ്? നാലാം മൈസൂർ യുദ്ധത്തിലാണ്. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട്. ഈ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ടിപ്പു സുൽത്താനുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇനി മറാത്ത പ്രദേശം കീഴടക്കിയത് ഏത് യുദ്ധം വഴിയാണ്? മറാത്ത യുദ്ധങ്ങൾ വഴിയാണ്. നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കാൻ പങ്കുവഹിച്ച പ്രധാന നിയമനിർമ്മാണങ്ങൾ. യുദ്ധങ്ങൾ മാത്രം വഴിയല്ല, നിയമനിർമ്മാണങ്ങൾ വഴിയും നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ വരുതിയിലാക്കി. അപ്പോൾ ഏതൊക്കെ നിയമനിർമ്മാണങ്ങൾ വഴിയാണ് നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കിയത് എന്ന് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഈ നാട്ടുരാജ്യങ്ങളാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നാട്ടുരാജ്യങ്ങളോട് പറയുന്നു അവർക്ക് ഉള്ള സുരക്ഷ ഉറപ്പാക്കും, ബ്രിട്ടീഷുകാർ അവരെ സംരക്ഷിച്ചു കൊള്ളും, യുദ്ധങ്ങളിലൊക്കെ അവർക്ക് സുരക്ഷ കൊടുക്കാം എന്നുള്ള ഒരു പേരിലാണ്. പക്ഷേ പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണം കൈക്കലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദത്തവകാശ നിരോധന നിയമം, അത് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ. സാമ്പൽപൂർ, ഉദയ്പൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ ഒക്കെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ്. എന്താണ് ദത്തവകാശ നിരോധന നിയമം? അന്നത്തെ കാലത്ത് പുരുഷ അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ രാജാക്കന്മാർ ദത്തെടുക്കുമായിരുന്നു. അപ്പോൾ ദത്തെടുത്ത ആ മക്കളായിരിക്കും പിന്നീട് ഭരണം ഏറ്റെടുക്കുക. പക്ഷേ ആ ഒരു വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കിയിട്ട് രാജാവ്, അനന്തരാവകാശികളില്ലാത്ത രാജാവ് മരണപ്പെടുകയാണെങ്കിൽ ആ അവകാശം ബ്രിട്ടീഷുകാർക്ക് എത്തിച്ചേരുന്ന രീതിയിൽ, ആ നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു നിയമമാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഈ നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ, ഉദയ്പൂർ, സത്താറ, ഝാൻസി, നാഗ്പൂർ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.